ആൻ്റെ സൗണ്ട് കേൾക്കണ്ടല്ലോ. ഇവിടെ ഉണ്ടായി ഇവിടെ ആന ഇറങ്ങണ കൊണ്ടാണ് ഇങ്ങനെ ഇത് സംബന്ധിച്ച എർത്ത് കമ്പിയാ. അധികം ആരും കണ്ടിട്ടില്ല, ഈ ഭാഗമൊന്നും ആരും വന്നിട്ടില്ല. നമ്മൾ ഈ പാലക്കാട് ജില്ലയിലായിട്ട് ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ ഉള്ളൂ. അയ്യോ, രാവിലെ ഏകദേശം ഒരു 6 മണിയായപ്പോൾ റൈഡ് പോകാന്നുള്ള തീരുമാനത്തിൽ എണീറ്റു, സെറ്റായി. നേരം എടുത്തിട്ടൊന്നുമില്ല, എടുത്ത് വരുന്നേ ഉള്ളൂ. നമ്മളെന്ത് ചെയ്ത് നമ്മൾക്ക് പിന്നെ എക്സ്പ്രസ് വണ്ടിയാണ് ഇന്ന് എടുത്തത്. അപ്പോൾ ഈ വണ്ടിയിൽ പോകാമെന്ന് വിചാരിച്ചു. അടുത്ത് തന്നെയാണ്, ഏകദേശം നമ്മുടെ പാലക്കാട്ട് അവിടുന്നൊരു 20 കിലോമീറ്റർ അത്ര ഉള്ളൂ. അപ്പോൾ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു, അങ്ങനെ ഇറങ്ങിയതാ. കുറേ ദിവസത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ സ്ഥലത്തേക്ക് റൈഡ് പോകണമെന്ന്. നമ്മളൊന്ന് അതിനോട് രാവിലെ എണീറ്റ് സെറ്റായിട്ട് ഇറങ്ങിയതാ. ഇത് പാലക്കാട് ജില്ലയിൽ ധോണി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. നമ്മൾ നിന്നൊരു 7:30-7 മണിക്ക് ഇറങ്ങിയതാ. നമ്മൾ നോക്കടപ്പോൾ ഒരു ടൈം കിട്ടുകയാണെങ്കിൽ കയറാം. സൂര്യ ഉദിച്ച് കറക്റ്റ് തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോഴേ നമ്മളിപ്പോൾ വന്ന ടൈം കറക്റ്റാ, ഈ ടൈമിൽ നമ്മൾ വരണം. കാരണം പൊതുവെ ഇവിടെ ആൾക്കാർ കുറവാണ്. എന്നാലും നമ്മുടെ ഈ രാവിലത്തെ ഒരു വൈബ് കിട്ടണമെങ്കിൽ ചെറിയൊരു മഞ്ഞൊക്കെ ഉണ്ട്, അത് കിട്ടണമെങ്കിൽ ഈ ടൈമിൽ തന്നെ വരണം. ഈ ഭാഗത്ത് പിന്നെയും കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് പോയാൽ മതി കേട്ടോ. ഏകദേശം ധോണി എന്ന സ്ഥലത്താനായി. ഉള്ളിലേക്ക് കയറുന്നറിയില്ല, ഞാൻ നേരത്തെ പറഞ്ഞൊരു ടൈമുണ്ട്. ഓക്കെ, ധോണി ഫാം. ഒരു അടിപൊളി ചായക്കട ഉണ്ട് കേട്ടോ. ചായക്കട ഇതാ സെറ്റാണ്. അപ്പം നമുക്ക് വരുമ്പോൾ ഇവിടെ കയറാം. ഇതാണ് എൻട്രൻസ് ധോണി ഫോറസ്റ്റിൻ്റെ. നമുക്ക് കൊടുന്നേ ഇപ്പോൾ ക്ലോസ് ആണ്. ഓക്കെ, ധോണിക്ക് വന്നിട്ട് നമുക്ക് ഇപ്പം എന്തായാലും ആ എൻട്രൻസ് ഇല്ലല്ലോ, അത് നമ്മളെന്ത് ചെയ്യുക, വേറൊരു സ്ഥലമുണ്ട്. അത് ആദ്യം ആരും അവിടേക്ക് പോയിട്ടില്ല, ആ റൂട്ട് ഞാൻ കാണിച്ചു തരാം.
നമ്മൾ ധോണിക്ക് വരുന്ന സമയത്ത് ഒരു ബോർഡ് ഉണ്ടാവും ഇങ്ങനെ എൻട്രി എന്നിട്ട് ഞാൻ കാണിച്ചാൽ നമ്മൾ തൊട്ടുമ്പോൾ കണ്ടില്ല ഈ ബോർഡിൻ്റെ അവിടെ നിന്ന് നമ്മളവിടെ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ്, ഇപ്പോൾ നമ്മളവിടെ തിരിച്ചു വന്നുകൊണ്ട് നമ്മൾ റൈറ്റ് എടുക്കുക. ചെറിയ റോഡാട്ടാ, കാരണം അധികം ആ രീതി വഴി വരാറില്ല, അതിന് പരിചയമില്ല, നമ്മളൊന്നുമില്ല അറ്റത്ത്. അങ്ങനെ പോയി നോക്കാം. ചെറിയൊരു വെള്ളച്ചാട്ടവും കാര്യങ്ങളായിട്ടുള്ള സംഭവമാണ്. ഈ ഭാഗത്ത് ആനൊക്കെ ഉണ്ട് കേട്ടോ, കാരണം ആന വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. വണ്ടി പൂന്താനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ പക്ക ഓഫ് റോഡാണ്. ഞാൻ പറഞ്ഞില്ലേ ആന പണി പാളോ പോയാൽ. ആൻ്റെ സൗണ്ട് കേൾക്കണ്ടല്ലോ. പോയി നോക്കാല്ലേ. ആന ഒന്നും കാട്ടാനില്ല കേട്ടാ. ഇത് പക്ക ഓഫ് റോഡാ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉണ്ടാ, ഇവിടെ ആന ഇറങ്ങണ കൊണ്ടാണ് ഇങ്ങനെ ഇത് സംബന്ധിച്ച എർത്ത് കമ്പിയാ. ഗേറ്റൊക്കെ ഇടിച്ച് പൊളിച്ചിട്ടുണ്ട്. ഇനി ആന അങ്ങനെ ഇടിച്ച് പൊളിച്ചിട്ടുണ്ടാവോ? സ്ഥലമില്ല, കഴിഞ്ഞിട്ടാ ഇതുവരെ ഉള്ളൂ. നമുക്കണ്ട് പോണെങ്കിൽ നമ്മൾ റിസ്ക് എടുത്ത് പോയി നോക്കാം അല്ലേ. അവിടെ കണ്ട വെള്ളമുണ്ട്, ചെറിയൊരു അരുവി പോലെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇതൊന്ന് വണ്ടി ഒന്ന് നിർത്തിയിട്ടേ ലോക്കായി. ഇപ്പം എങ്ങാനും ആന വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ട, നമ്മൾ എല്ലാം ആന ചെയ്തോളൂ. ഇപ്പം ആന നല്ല രസമുണ്ടാവും.
ഇനി അവർക്ക് സ്ഥലട്ടെ നമ്മൾ മാക്സിമം എത്തുന്നത് എത്തി. ഇനി അവർക്ക് വഴിയില്ല, വണ്ടി പോവില്ല, തിരിച്ചു പോവാ. ഇവിടെയൊക്കെ വന്നിട്ടേ ലാന കടുവേ പുലിയൊക്കെ വന്ന് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒരാളും അറിയില്ല. പക്ഷെ ഇവിടെയൊക്കെ വരണട്ടത് അധികം ആരും കണ്ടിട്ടില്ല, ഈ ഭാഗമൊന്നും ആരും വന്നിട്ടില്ല. നമ്മൾ ഈ പാലക്കാട് ജില്ലയിലായിട്ട് ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ ഉള്ളൂ. അയ്യോ കൊമ്പ് കുടുങ്ങി. ഓക്കെ, ഇവിടേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നതാ ആന. കണ്ടോ എല്ലാം മറച്ചിട്ടിട്ട് പൊളിച്ച്. ഈ എക്സ്പ്രസ് ആയതുകൊണ്ടാണ് നമുക്ക് വന്നത്. വേറെ ഏതെങ്കിലും വണ്ടിയാണെങ്കിൽ തീർന്ന് നമുക്ക് കഴിഞ്ഞ്. ഈ വണ്ടി ആകുമ്പോൾ സീനില്ല. ഞാൻ പറഞ്ഞില്ലേ ആൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന്. മോനെ ഉയ്യോ, ഇവിടെ ആ ഒരു വീട് മാത്രമേ ഉള്ളൂ. രക്ഷപ്പെട്ടു പോന്ന്. ഞാൻ പറഞ്ഞില്ല ഇവിടേക്ക് വരണട്ടോ. ഈ ധോണി സ്ഥലം എല്ലാവരും, ധോണി എന്ന് പറയുമ്പോൾ പാലക്കാട് നിന്ന് ഒലക്കോട് വരിക, ഒലക്കോട് നിന്ന് റൈറ്റ് എടുത്ത് പോരുക. അവന്നെ ആൾക്കാർ ചെയ്യാറുള്ളൂ. ഇഷ്ടം ഇപ്പോൾ പോയ സ്ഥലം കണ്ട നമ്മൾ. ഇവിടുന്ന് ആരും വരാറില്ല. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വരുന്ന സമയത്ത് ഒരു ചായക്കട ഉണ്ട് ഇവിടെ. ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അത് ലീഡ് കോളേജിലെ പ്രൊഫസറുടെ. അപ്പോൾ ഞാനവിടെ ചായ കുടിക്കാൻ വന്നപ്പോൾ ആൾ എവിടുന്നാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു യൂട്യൂബിൽ വ്ളോഗ് എടുക്കാണ്ട് വന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ചായയൊക്കെ കുടിച്ച്